അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് വേട്ടയാൻ മൂവിയിലെ ഫസ്റ്റ് സിംഗിൾ ആണെന്ന് തോന്നുന്നുണ്ട് വന്നിരിക്കുന്നത്. കാരണം അത്രയും ആഘോഷത്തോടെ കൂടിയിട്ടാണ് ഇന്നലെ പാട്ടിറങ്ങിയത്. നമ്മളുടെ തലൈവർ, പിന്നെ മഞ്ജു ചേച്ചി, ഫഹദ് ഫാസിൽ, അമിതാഭ് ബച്ചൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർ, കുറെ ആൾക്കാരുണ്ട്. കാരണം വെച്ചാൽ പേരെടുത്ത് ആരുടെ പേര് ആദ്യം പറയേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനാണ് ശരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേട്ടയാൻ ആൻഡ് ഓൾസോ അതിനകത്തെ കുറെ അപ്ഡേറ്റുകൾ നമ്മൾ കേൾക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ പല രജനി പടങ്ങളെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള കുറെ സംഭവങ്ങൾ. അതുപോലെ തന്നെ അതിന്റെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഗ്ലിംസ് ഇറങ്ങിയ സമയത്തും അനിരുദ്ധിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വന്നപ്പോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല സംഭവം. അപ്പൊ പാട്ടിന്റെ പേരും നല്ല രസമാണ്, മനസ്സിലായോ? ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ വെറുതെ ഒരു ഗ്ലിംസ് വന്നപ്പോ വെറുതെ ഒരു പേരിട്ടതാണെന്നാ വിചാരിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഒന്ന് മലയാളി സാന്നിധ്യം ഉണ്ട്. അത് മാത്രമല്ല നമ്മളുടെ വിനായകന്റെ കഴിഞ്ഞ ആ ഒരു ജയിലർ മൂവിയിലെ ആ ഒരു മനസ്സിലായോ സംഭവമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാലും അതും കൂടി ആയിരിക്കാം എടുത്തിട്ടുണ്ടാവുക. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു മലയാളി റെഫറൻസ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ആ ഒരു സോങ്ങിലിട്ട് പോകാം. തുടങ്ങാം. റെഡി? നമ്മുടെ മനയൊക്കെ പോയില്ലേ?
ലിറിക് ഇടാ അല്ലെ. അതും ഏകദേശം നമ്മളെ എല്ലാ സിനിമകളുടെയും റെഫറൻസുകൾ ഭയങ്കരമായിട്ട് ലിറിക്സിലും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം അനിരുദ്ധിന്റെ പാട്ട് എപ്പോഴും ഭയങ്കര ആവേശമായിരിക്കും, പ്രത്യേകിച്ച് രജനി സാറിന്. അതായത് ഭയങ്കര ഗ്യാരണ്ടി. അതായത് ഒരു സമയത്ത് ഫുൾ അനിരുദ്ധ് സോങ്സ് ആയിരുന്ന സമയത്ത് സമയമുണ്ട് ആൾക്കാർ പറയായിരുന്നു അയ്യോ അനിരുദ്ധിന്റെ പാട്ട് കേട്ട് മടുത്ത്, ഇനി എന്താ കാരണം പുതിയ എന്ത് പടം വന്നാലും അനിരുദ്ധ് തന്നെ അതിനകത്ത് മ്യൂസിക്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മളെ പ്രത്യേകിച്ച് ആ ജവാന്റെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് കുറെ നെഗറ്റീവ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തളപതിയുടെ ഗോട്ടുവിലെ പാട്ടുകൾ വന്നപ്പോഴാണ് ശരിക്കും അനിരുദ്ധിന്റെ വില മനസ്സിലായത്. കാരണം ആ ഒരു വൈബിന് പറ്റിയാണ് അനിരുദ്ധിന്റെ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും ചെയ്യും. അത് മാത്രമല്ല ഇപ്പൊ ഈ പാട്ടിനകത്ത് തന്നെ ആ ഒരു രജനി സാറിന്റെ എന്താണോ വേണ്ടത് അത് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്, ഫാൻസിനെ ആഘോഷിക്കാനുള്ള അല്ലെ. ഇവര് രണ്ടുപേരും എന്തൊരു മാച്ചാണ് കാണാൻ. മഞ്ജു ചേച്ചി രജനി സാറല്ലേ? കാരണം മഞ്ജു ചേച്ചി പ്ലസ് അജിത് സാർ നമ്മള് എന്താ പറയാ അജിത് സാർ തുനിവ് നമ്മള് ആ പടം ഞാൻ ഹാഫേ കണ്ടല്ലോ വേറെ കാര്യം. പക്ഷെ അതിനകത്ത് കണ്ട ആൾക്ക് വെച്ച് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവര് ഏകദേശം നല്ല രസമുണ്ട് കാണാൻ. ധനുഷിന്റെ കൂടെ മഞ്ജു ചേച്ചി വന്നിട്ടുണ്ടല്ലോ, അസുരല്ലേ അത് നല്ല രസം. പക്ഷെ അതിനകത്ത് കുറച്ച് മറ്റേ ഏജിങ് സംഭവങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടല്ലോ. വരാനുണ്ട് വിജയ് സതുപതിയുടെ കൂടെ വരുന്നുണ്ട് മഞ്ജു ചേച്ചി. പുള്ളിക്കാരത്തെ ഏകദേശം എന്താ പറയാ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു മെയിൻ ഇപ്പൊ മലയാളത്തില് കുറച്ചൊന്നും ഇതായിട്ട് വേറെ ഭാഷകളിലാണ് ഇപ്പൊ തമിഴിലാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ആൻഡ് മഞ്ജു ചേച്ചിയുടെ നമ്മളൊരു ഡാൻസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു കുറെ നാളായി. അതുകൊണ്ട് ഭയങ്കര ഒരു ഫ്രഷ് ഫീൽ ഉണ്ട്. കാരണം പണ്ടൊക്കെ മഞ്ജു ചേച്ചിയുടെ ആ ഒരു യങ് ആയിരിക്കുന്ന സമയത്തൊക്കെയാണ് നമ്മൾ കണ്ടിട്ട്. അത് കഴിഞ്ഞിട്ടുള്ള മലയാളത്തിലെ പടങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ഡാൻസ് ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ ക്ലാസിക്കലൊക്കെയാണ് കാണിക്കുന്നത്, അങ്ങനെയാണ് കൂടുതൽ. പക്ഷെ ഈ ഒരു വൈബ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ പണ്ടത്തെ ഒരു ഭയങ്കര ഫ്രഷ് ഫീൽ അടുപ്പിക്കുന്ന, അത് മാത്രമല്ല നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ഫീലാണ്. പിന്നെ ആണെങ്കിൽ രജനി സാർ എന്റെ മോനെ എത്ര നാള് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലുക്ക് ഇതുപോലെ സിനിമയിൽ വരുന്ന സമയത്ത് വേറെ ലെവലായിരിക്കും, ഇങ്ങനെ സാധിക്കുന്നതാണ് കേട്ടോ. പക്ഷെ എന്തൊക്കെ വൈക്കപ്പ് എന്തൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ആ ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാൻ നോക്കുക. വലിയ മറ്റേ പണ്ടൊക്കെ ഇടുന്ന പോലത്തെ സ്റ്റെപ്പ് ഒന്നല്ല ഇടുന്ന അദ്ദേഹം ഇപ്പൊ. പക്ഷെ സ്വാഗ് ആൻഡ് സ്റ്റൈൽ ഇടുന്ന ഒരു മാറ്റില്ല എടുത്ത് പറയട്ടെ. കാരണം വെച്ചാൽ കാരണം നമുക്കറിയാലോ പ്രായമായി കഴിയുമ്പോ കുറച്ച് എന്തായാലും വ്യത്യാസം ഉണ്ടായിരിക്കും. അതേ സെയിം സാധനം ഇടാൻ പറ്റില്ല. പക്ഷെ എന്നാലും അത് ഇങ്ങനെ നിന്ന് കാണിക്കുകയാണെങ്കിൽ അതിനൊരു സ്റ്റൈൽ ഉണ്ട്. അതായത് നമ്മൾ പറയില്ലേ സ്റ്റൈൽ ഇപ്പൊ വിട്ടു പോലെ പറയില്ല, ആ സാധനം തന്നെയാണ് ഉള്ളത്. പോവില്ല സംബന്ധിച്ചാൽ അത് നിന്ന് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കൈയണക്കിയാ പോലും അതിനകത്തൊരു സ്റ്റൈൽ രസമാണ്. മാനറിസംസ് ആൻഡ് ബോഡി ലാംഗ്വേജും കൂടി ഇൻകൾക്കേറ്റ് ചെയ്യുമ്പോഴാണ് തോന്നുന്നത്. അവിടെ രജനി സാറിന്റെ സ്റ്റെപ്പ് തന്നെയാണ് മഞ്ജു ചേച്ചി ചെയ്യുന്നത്. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആ ഒരു സ്റ്റൈലിൽ ഇങ്ങനെ കാണിക്കുന്നത് ഒരു ചൊട്ടെന്ന് പോലത്തെ സ്റ്റെപ്പാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഫാസ്റ്റ് ഫാസിലൊക്കെ ആയിരിക്കും ചിലപ്പോ വില്ലനൊക്കെ ആകുമ്പോൾ. പിന്നെ അമിതാഭ് ബച്ചൻ സാറൊക്കെ പടത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയില്ല ആരാരെങ്ങനെയൊക്കെയാ കൊണ്ടുവരാൻ പോണെന്നത്. അതിന്റെ ഡയറക്ടർ ആരാ? ഡയറക്ടർ ജ്ഞാനവേല്. ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏതൊരു നല്ല പടമുണ്ട്, ഞാൻ മറന്നു പേര് പറഞ്ഞു. കുഴപ്പമില്ല, പക്ഷെ പ്രോമിസിംഗ് ഡയറക്ടറാണ്. പക്ഷേ മലയാള റെഫറൻസ് എന്തായാലും ഡാൻസ് സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലൊക്കേഷൻ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ പാട്ടിലെ കുറെ ലൈൻസ് അനിരുദ്ധ് മാക്സിമം എന്താ പറയാ മനസ്സിലായോ എന്നൊക്കെ പറയാൻ കട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഒരു വരെ എന്താ പറയാ നമുക്ക് മനസ്സിലായോ അതുണ്ടായിരുന്നു. പറയാൻ പറ്റില്ല. കാരണം പുള്ളിക്കാരന് ആ ഒരു പെട്ടെന്ന് മലയാളത്തിന്റെ ആ ഒരു സാധനം കിട്ടാന്നുള്ള നമ്മൾക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ക്യൂട്ട് ഫീൽ അടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അനിരുദ്ധ് പാടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ. ആൻഡ് അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ അനിരുദ്ധ് പാടുമ്പോൾ ആ പാട്ടിന് ഡബിൾ മധുരാണ്. അതാണ് സംഭവം. പിന്നെ ഞാനൊരു സാധനം കേട്ടായിരുന്നു കേട്ടോ, ഇന്നലെ പ്രൊമോന്റെ സമയത്ത് എന്തോ പറയുന്നുണ്ടായിരുന്നു. മലേഷ്യ അങ്ങനെ രണ്ട് സിംഗേഴ്സ് അവര് അതിൽ മെയിൻ ആയിട്ട് മലേഷ്യ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേര് വാസുദേവൻ അങ്ങനത്തെ പേര് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കുറെ വർഷത്തിന് ശേഷം ഒന്നിക്കുന്നതാണ്. അതെ ലാസ്റ്റ് പിന്നെ പാടുന്നത് ആദ്യം അനിരുദ്ധ പാടുന്നത്, അതുപോലെ ദീപ്തി സുരേഷ് എന്നൊരു സിംഗറും കൂടെ പാടുന്നത്. പിന്നെ അതിനുശേഷം അദ്ദേഹം ഒന്ന് പാടുന്നത്. നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് അറിയില്ല, പക്ഷെ കേട്ടിട്ടുണ്ട് എവിടെയോ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ള. പാട്ട് കേടും ഒരു രക്ഷയില്ല ശരിക്കും. ഇത് പാട്ട് കാണുന്ന സമയത്ത് പടം കാണാനായിട്ട് ഒരു ഭയങ്കര ഫീൽ, ഫെസ്റ്റിവൽ മൂഡ്. അതാണ് ഭയങ്കര ഫെസ്റ്റിവൽ മൂഡ്. തോന്നുന്നു ഇങ്ങനത്തെ ഒരു സംഭവം. കാരണം കുറച്ച് ഡാർക്ക് സംഭവങ്ങളൊക്കെയാണ് വരുന്നതല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സാധനം വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പാട്ട് വരുമ്പോ ഒരു വേറൊരു വൈബ് ഫീൽ അടിക്കുന്നത്. അതൊരു പഴയ വൈബൊക്കെ ഉണർന്നൊരു ഫീൽ അല്ലെ. എന്തായാലും വെയിറ്റിംഗ് ഫോർ ദ മൂവി ആൻഡ് ഫർദർ അപ്ഡേറ്റ്സ് ഫ്രം വേട്ടയാൻ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത വീഡിയോയിൽ കാണാം.